ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലാന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇച്ചായന് ഇവിടെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഞാൻ തനിയാണ് കുറച്ച് ദിവസമായിട്ട്, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ ചെന്നൈയിലാണ്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്കിൽ നിന്ന് തന്നെ ഞാനിന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യാണ് ABC ജ്യൂസ്. യൂഷ്വലി ആൾ തന്നെയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേ ചെയ്ത് വെക്കുക. അപ്പം ചെറിയ അതിൻ്റെ ഒരു മിസ്സിങ് ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഹസ്ബൻഡ് ഇല്ലെന്ന് കരുതി ഈ ഒരു ടൈമിൽ അക്കാഡമിയിൽ എത്താതിരിക്കാനും പറ്റില്ല. തനിയെ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് അക്കാഡമിയിലേക്ക് എത്തി കേട്ടോ. കാരണം സ്റ്റുഡൻസിനായിട്ട് മീറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓടി നടന്നില്ലേ പറ്റുള്ളൂ. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ അതുകൊണ്ട് തന്നെ എടുക്കാനും പറ്റില്ല. പിന്നെ ഫസ്റ്റ് ഇയർ ബാച്ചിൻ്റെ നല്ല അടിപൊളി പരിപാടിയുടെ പ്രാക്ടീസിലാണ് അവർ, ഫ്രഷേഴ്സ് ഡേ. അതുകൊണ്ട് തന്നെ കാഷ്വൽസ് ഓൾറെഡി പെർമിഷൻ കൊടുത്തുകൊണ്ട് അവരത് നല്ല അടിച്ച് പൊളിച്ച് പ്രാക്ടീസ് നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അക്കാഡമിയിലൊക്കെ പോയി നമ്മളുടെ ഇന്നത്തെ ഡേ ഒരു ഹാഫ് ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു പുതിയ കാര്യമാണ്. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പ്രഗ്നൻസിനെ സംബന്ധിച്ച് തന്നെ പ്രീനേറ്റൽ സർവീസ്, അതായത് പ്രഗ്നൻസിക്ക് മുൻപേ പ്രസവത്തിന് മുൻപേ ആയിട്ടുള്ള ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ഞാൻ പാലാഴി ഹെൽത്ത് കെയറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഹോം സർവീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്നാണ് നമ്മളുടെ അതിൻ്റെ ഡേ ഫസ്റ്റ്. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എത്തും. അപ്പോൾ അതിന് മുൻപേ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ സ്റ്റാഫ് വരും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം കുറച്ച് ദിവസം മുൻപ് ഇച്ചാൻ ഇതുപോലെ വയ്യാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും തിരുമ്മിക്കാനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് എനിക്കും ബാക്ക് പെയിൻ അതുപോലെ കാലുവേദന ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവരുടെ പേജ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സർവീസുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണെങ്കിലും പ്രീനേറ്റൽ സർവീസ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കാം. അവർ പറഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിലെത്തിയിട്ടോ. അവരവരുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് അവർ വന്ന് അവർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പാലാഴി ആയുർവേദിക്സിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലും ഷാംപൂവും ഫേസ് പാക്കും പ്രൊഡക്ട്സും എല്ലാം അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബെഡ് സെറ്റിംഗ് ആണ്. ബെഡ് സെറ്റിംഗ് കഴിഞ്ഞിട്ട് ബാക്കി പ്രൊസീജിയർ. സെറ്റിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാനും AC ഒന്നും പറ്റില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വേഗം കവർ ചെയ്ത് തരാം. വല്ലപ്പോഴും അതെ. ജോബിന്റെ ഭാഗമായിട്ട് ശീലിച്ചതാണോ? ആദ്യമേ അങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള ടൈമിൽ മാത്രം മമ്മി ഇങ്ങനെ ഇരുത്തി തേപ്പിക്കും. അല്ലാതെ പിന്നെ പോയ പിന്നെ സംഭവം തൊട്ടിട്ടില്ല. അല്ലെങ്കിലേ നല്ല ഫ്രിസി ഹെയറാ, പക്ഷെ തേക്കാണ്ടാവുമ്പോൾ നല്ലോണം ഡാമേജ് ആകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഓയിൽ അതുപോലെ കുഴമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും. അപ്പോൾ ഇവർ വന്ന് 7 ദിവസം ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ അണ്ടറിലായിരിക്കും എൻ്റെ പരിചരണം. അപ്പോൾ ഇവർ ഫുൾ എണ്ണയൊക്കെ തേപ്പിച്ച് തലയിൽ മസാജൊക്കെ കഴിഞ്ഞതാ. ഇപ്പോൾ ഒരു പാക്കും കൂടിയാണ് ഇടുന്നത് കേട്ടോ, ഹെയർ പാക്ക്. അത് കഴിഞ്ഞിട്ട് ഇനി ബോഡി മസാജ്. ഞാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കാം. ഇവിടെ നെക്കിലും ബാക്കിലും നെക്കിലും ഒക്കെ ഉണ്ട്. ഫേസും കാണാം, ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോയിൽ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഫുൾ ബോഡി മസാജ് ഒന്നും കാണിക്കില്ല. ഓൺലി ഫേസും ലെഗ്സും ഹാൻഡ്സ് മസാജും കാണിക്കാം കേട്ടോ. കമ്മലാണെങ്കിൽ ഇപ്പൊ വീഡിയോ ഫ്രീ ആയിട്ട് എടുക്കാമല്ലോ. ഞാനിങ്ങനെ ഏറോടിച്ചിരിക്കുന്നത്. വന്ന ആദ്യ ദിവസം തന്നെ ഞങ്ങൾ നല്ല കമ്പനിയായി. അതുകൊണ്ട് തന്നെ എനിക്കധികം ഏറ് പിടിച്ചിരിക്കേണ്ടി വന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നല്ല സംസാരമായതുകൊണ്ട് ടൈം പാസ്സായത് ഒന്നും അറിഞ്ഞില്ല. കാരണം അത്രയും നല്ല കെയറിങ്ങും അതേപോലെ ഒരു ഫാമിലി മെമ്പർ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടുത്തെ സ്റ്റാഫ്. അതുകൊണ്ട് നമുക്ക് അധികം എന്താ പറയുക ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ആ 1 മണിക്കൂറും കടന്നുപോയത്. ഞാനിങ്ങനെ ഒരുപാട് പേര് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ബാക്ക് പെയിനും അതുപോലെ ഒരു ഹെവിനെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇത്രയും
ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും അറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല റിലാക്സ്ഡ് ആക്കി കേട്ടോ, സത്യം പറയാം. ആ ഫസ്റ്റ് മസാജ് മുതൽ എൻ്റെ കാലും അതുപോലെ ബാക്കും ഒക്കെ നല്ലൊരു പെയിൻ റിലീഫായി എന്ന് പറയില്ലേ, നമ്മളങ്ങോട്ട് റിലാക്സ് ആക്കി കളഞ്ഞു. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ എന്തുകൊണ്ടും പ്രഗ്നൻസി പീരീഡിൽ നിൽക്കുന്ന എല്ലാവർക്കും തികച്ചും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ നോക്കുമ്പോൾ മമ്മിയും ഇവരുടെ ഒപ്പം എന്തൊക്കെയോ ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. മമ്മി പഠിച്ചിട്ട് മമ്മി ചെയ്ത് തരണം കേട്ടാ. എന്തായാലും പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഇവരുടെ പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും എണ്ണ തേക്കലും മസാജും ബോഡി പാക്കും ഫേസ് പാക്കും എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി രാസനാദിപ്പൊടിയൊക്കെ ഇട്ട് നമ്മളുടെ ഹെയറൊക്കെ നന്നായിട്ട് കുന്തിരിക്കും, വേറെ എന്തൊക്കെയോ കൂട്ടൊക്കെ ഇട്ടിട്ട് അവർ ഹെയർ നന്നായിട്ട് ഇങ്ങനെ പുകയ്ക്കും. അത് നല്ല രസമുണ്ട് കേട്ടോ, മുടിക്കൊക്കെ നല്ല മണമുണ്ടായിരുന്നു. ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ആളില്ലാത്തതുകൊണ്ട് തന്നെ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.